ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അബ്രഹാം രാജാക്കന്മാരെ ജയിച്ച് രാജാക്കന്മാർ പിടിച്ചുകൊണ്ടുപോയ തൻ്റെ സഹോദരപുത്രനായിരിക്കും ലോത്തിനെ സ്വതന്ത്രമാക്കി തന്നോടുകൂടെ കൊണ്ടുവരുമ്പോൾ ശാലേം രാജാവായിരിക്കുന്ന മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന് അവനെ എതിരേൽക്കുകയാണ്. ആ മൽക്കിസദേക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. ആ പുരോഹിതനായിരിക്കുന്ന മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഈ മൽക്കിസദേക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തുടർന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് കാണുന്ന എബ്രായ ലേഖനത്തിലാണ്. ഇദ്ദേഹം ഒരു പുരോഹിതനാണ്, എന്നാൽ അഹരോന്യ പാരമ്പര്യത്തിലുള്ള ഒരു പുരോഹിതനായിരുന്നില്ല. അഹരോനേക്കാൾ മുൻപേ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലേവ്യ പാരമ്പര്യപ്രകാരം പുരോഹിതന്മാർ പുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പാരമ്പര്യമല്ല, അതിനു മുൻപേ ഉണ്ടായിരുന്നു പുരോഹിതൻ. എബ്രായ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം, ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിലും 10-1 കൊടുത്തു. അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വച്ചാൽ സമാധാനത്തിൻ്റെ രാജാവ് എന്നും അർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായി ഇരിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ട മൽക്കിസദേക്ക് എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഒരു പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവുമില്ല. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് തുല്യനായി എന്നേക്കും പുരോഹിതനായി വെളിപ്പെട്ടവൻ. അപ്പോൾ മൽക്കിസദേക്ക് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന് നിഴലായിട്ട് പഴയ നിയമത്തിൽ വെളിപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇതൊന്നും അവർക്കില്ല, സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എബ്രായ ലേഖനം തന്നെ 6:20-ലും 7:17-ലും അവിടേക്ക് യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. മൽക്കിസദേക്കിന് സാദൃശ്യനായി ഭൂമിയിലേക്ക് ഉദിച്ചവൻ എന്ന കർത്താവിനെക്കുറിച്ച് എബ്രായർ 7:16 വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ മൽക്കിസദേക്ക് പുരോഹിതനും അതോടൊപ്പം തന്നെ രാജാവും ആയിരുന്നു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കർത്താവും ലേവ്യ പാരമ്പര്യത്തിലുള്ള ഒരു പുരോഹിതനായിരുന്നില്ല. അഹരോന്യ പുരോഹിതൻ്റെ പിന്തുടർച്ചക്കാരനുമായിരുന്നില്ല. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. ആ പുരോഹിതനെക്കുറിച്ച്, അല്ലെങ്കിൽ ക്രിസ്തു എന്ന പുരോഹിതനെക്കുറിച്ച് തിരുവഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എബ്രായ ലേഖനം തന്നെ വളരെ വ്യക്തമായിട്ട്
കർത്താവിനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. 7-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നു. അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ് നമുക്ക് പുരോഹിതനായി ഉള്ളത്. ആ കർത്താവ് പുരോഹിതനും അതോടൊപ്പം തന്നെ രാജാവുമായിരുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന വിദ്വാൻമാർ രാജാവായിരിക്കുന്ന ഹേരോദാവിനോട് ചോദിക്കുന്നു. പരിഹാസികൾ, നീ രാജാവെങ്കിൽ ഇറങ്ങി വാ എന്ന് കർത്താവിനെ പരിഹസിച്ചു. നമ്മുടെ കർത്താവ് സാക്ഷാൽ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, അവ ശ്രേഷ്ഠ മഹാപുരോഹിതനുമാണ്. ആ കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനായി തീർന്നതുകൊണ്ട്, അവൻ രാജാതി രാജാവായി തീർന്നതുകൊണ്ട്, ആ കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട അവൻ്റെ പ്രിയ മക്കളായിരിക്കുന്ന നമുക്കെന്ത് പ്രയോജനമുണ്ടായി എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അപ്പോൾ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായി യേശു കർത്താവ് വെളിപ്പെട്ടതുകൊണ്ട്, ആ കർത്താവിൻ്റെ രക്ഷയുടെ പദ്ധതിക്കകത്ത് കയറിക്കൂടിയ തൻ്റെ മക്കളും രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ആ ഒരു ഭാഗ്യമാണ് ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നഷ്ടപ്പെടുത്തി കളയാതെ ഈ ലോക ജീവിതം മുൻപോട്ട് നയിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.